വീക്ക് ഡേ ദിവസമായിരുന്നു ഇന്ന്. വീക്ക് ഡേ ആണെങ്കിലും പിള്ളേർക്കൊക്കെ സ്കൂൾ അവധിയായിരുന്നു കേട്ടോ. സനോവിനും ജോലി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തിരി ലേറ്റ് ആയിട്ടാണ് എണീറ്റേക്കണത്. അത് മാത്രമല്ല, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പുതിയ വണ്ടി എടുത്ത കാര്യം പറഞ്ഞിരുന്നില്ലേ, അതിന്റെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. അപ്പൊ നമ്മൾ രാത്രി ഫുഡൊക്കെ കഴിച്ച് പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോഴേക്കും ഒരു ഇച്ചിരി ലേറ്റ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആസ് യൂഷ്വൽ രാവിലെ തന്നെ എല്ലാ ദിവസത്തെയും പോലെ ചായക്കുള്ള വെള്ളം വെക്കുന്നു, മാവും കാര്യങ്ങളൊക്കെ എടുത്ത് ഫ്രിഡ്ജിന് പുറത്തേക്ക് വെക്കുന്നു, തലേന്ന് കഴുകി വെച്ച പാത്രങ്ങളെല്ലാം തിരിച്ചെടുത്ത് വെക്കുന്നു. ഇതിപ്പോ സ്ഥിരമാണ് എന്റെ വീഡിയോയിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇത് ആക്ച്വലി ഉച്ചയ്ക്ക് കഴുകിയതായിരുന്നു തലേ ദിവസം. രാത്രി പക്ഷേ ഇച്ചിരി മടിയൊക്കെ പുറത്തൊക്കെ പോയി വന്നതല്ലേ, അപ്പൊ ഇത്തിരി മടിയായിട്ട് അവിടെ തന്നെ വെച്ചതാ. അപ്പൊ ഇനിയിപ്പോ എടുത്ത് വെക്കാതെ നിവർത്തിയില്ലല്ലോ. രാവിലെ എനിക്കിതിങ്ങനെ കാണുന്നത് ഇഷ്ടമല്ല, പക്ഷെ എന്നാലും അതൊക്കെ തന്നെയാണ് നടക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ദോശയും ചട്നിയാണ്. അതിന് വേണ്ടിയിട്ട് തേങ്ങയും ഇച്ചിരി മുളക് പൊടിയും പുളിയും അതുപോലെ ഉപ്പും കൂടി ചേർത്ത് ലേശം വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് അരച്ചെടുത്ത് ദോശയും കൂടി റെഡി ആക്കിയിട്ടുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷം നമുക്ക് ലഞ്ചിന്റെ പരിപാടികൾ പെട്ടെന്ന് തന്നെ തുടങ്ങാം. ഇത് എന്റെ പുതിയ മറ്റേ ഡിസ്പെൻസർ ആണ്. അപ്പൊ അതിനകത്ത് ദാല് എടുത്തിട്ടുണ്ട്. ദാല് നമുക്ക് ലഞ്ചിന് വേണ്ടി ചീരക്കറി വെക്കാൻ വേണ്ടിയിട്ടാണ്, പരിപ്പും ചീരയും കൂടിയിട്ട്. അപ്പൊ അങ്ങനെ പരിപ്പെല്ലാം കഴുകി നമ്മൾ അടച്ചു വെച്ച് ഒരു വിസിൽ അടുപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വിസിൽ അടിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കുക്കറൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. എനിക്കിങ്ങനെ പാത്രങ്ങൾ കൂട്ടിയിടുന്നത് ഭയങ്കര ഒരു ദേഷ്യമുള്ള കാര്യമാണ് കേട്ടോ. അതായത് വാഷ് ബേസിൽ ഇങ്ങനെ പാത്രം നിറഞ്ഞു കിടക്കാണ്ട് ഞാൻ ഭയങ്കരമായിട്ട് മടി വരും. അതുകൊണ്ടുള്ള പാത്രങ്ങളെല്ലാം പെട്ടെന്ന് കഴുകി വെക്കാനായിട്ട് ഞാൻ എപ്പോഴും നോക്കാറുണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചീരക്കറി വെക്കാൻ വേണ്ടി ചീരയെല്ലാം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഈ ചോപ്പറാണ്. ഇതെനിക്ക് കുറെ നാളായി, ഒരു 3 കൊല്ലമായിട്ട് എൻ്റെ കൂടെയുള്ള ഒരു ചോപ്പറാണ് കേട്ടോ. അതിനകത്ത് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ചീര നമ്മൾ പരിപ്പിലേക്ക് ആഡ് ചെയ്തിട്ട് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ചീരയിൽ നന്നായിട്ട് വെള്ളം ഇറങ്ങുമല്ലോ. അത് കഴിഞ്ഞ് അത് അടച്ചു വെച്ച് ഒരു വിസിലടിപ്പിക്കാം. ഇത് ആക്ച്വലി വിസിലടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് തിളപ്പിച്ചാൽ മതി. പക്ഷെ ഞാനിപ്പോഴും വിസിലടിപ്പിക്കും കേട്ടോ. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് അരപ്പ് റെഡിയാക്കാൻ വേണ്ടി തേങ്ങയും ലേശം ജീരകവും വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് നമുക്ക് അരപ്പും കൂടി സെറ്റാക്കി എടുക്കാം കേട്ടോ. പരിപ്പും ചീരയും കൂടി ഉള്ളതൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. വെന്ത് സ്റ്റീമൊക്കെ പോയതിന് ശേഷം ഞാനത് തുറന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് നമ്മുടെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ അത്ര വലിയ കുക്കൊന്നും അല്ല, പക്ഷെ അത്യാവശ്യം കുക്ക് ചെയ്യുന്നു മാത്രം. ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ വെക്കുന്നത് ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ആ അരപ്പൊന്ന് വേവണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് തിളച്ചു വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം കടുക് താളിച്ചിടുക കേട്ടോ. കടുകും അതുപോലെ തന്നെ വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും മാത്രമേ ഉള്ളൂ. അത് അതിനകത്തേക്ക് എന്താ പറയുക, അത് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒന്ന് തളിച്ച് ചേർക്കാം. ലേശം കറി എടുത്ത് അതിനകത്തേക്കും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സൗണ്ട് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പോൾ നമുക്ക് അതൊന്ന് അടച്ചു വെക്കാം കേട്ടോ. ആ കൂട്ടത്തിൽ ഞാൻ പെട്ടെന്ന് തന്നെ ക്യാരറ്റും കൂടി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാൻ വെച്ചു, ധൃതി കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാവുന്നതിന് മുമ്പ് കടുക് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇടരുത്. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി അതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. എരിവിന് വേണ്ടി ഞാൻ മുളക് പൊടി ഇടാറില്ല. സാധാരണ 2-3 പച്ചമുളക് കീറി ഇടാറുണ്ട്. ശരിക്കും അരിഞ്ഞിടുന്നതാണ് വേണ്ടത്. പക്ഷെ സനവന് അരിഞ്ഞിടുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ നീളത്തിലങ്ങ് മുറിച്ചിടും. ലേശം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ആ ക്യാരറ്റ് ഒന്ന് കുക്കായി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിനകത്തേക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർക്കുക. അതും കൂടി ഒന്ന് കുക്കായതിനു ശേഷം നമ്മുടെ തീ ഓഫ് ചെയ്യും. നമ്മുടെ ക്യാരറ്റ് തോരനും റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉച്ചലത്തെ ലഞ്ചെല്ലാം കഴിച്ചതിന് ശേഷം പെട്ടെന്നൊന്ന് റെഡി ആയിട്ടുണ്ട്. സനവനാണെങ്കിൽ ട്രെയിനിങ് ഉണ്ടായിരുന്നു. ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞങ്ങളോട് റെഡി ആയിട്ട് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് സിറ്റിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സെൽഫി എടുക്കുന്നത് മുഖ്യമാണല്ലോ. ഇപ്പം ഈ ഇടയായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, അങ്ങനെ സെൽഫി എടുക്കുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വണ്ടി എടുത്തതിന്റെ പിറ്റേ ദിവസമാണ്. അതുകൊണ്ട് തന്നെ കാർ സീറ്റും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ വേഗം പോയി കാർ സീറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫിൽറ്ററൊക്കെ എടുത്തിട്ട് ഇട്ടുകൊണ്ടുള്ള സെൽഫി എടുത്ത് അവൾ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ വീടൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ പോവുകയാണ്. നമ്മൾ പോകുന്ന സിറ്റിയിലോട്ടാണ്. കുറച്ച് പ്ലാൻസോട് കൂടിയൊക്കെയാണ് നമ്മൾ പോയിരുന്നത് കേട്ടോ. പക്ഷെ പ്ലാൻ മുഴുവൻ നടന്നില്ല. പോകെ നമുക്ക് പറയാം കേട്ടോ. നമ്മുടെ വണ്ടി നമ്മളിപ്പോൾ തൽക്കാലം പുറത്താണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ പുറത്തിടൂല. അതായത് ഈ വലിയ വണ്ടി പുറത്തിടുമ്പോഴേ നമുക്ക് റോട്ടിൽ സ്പേസ് കുറയും. അപ്പൊ വേറെ വണ്ടി പോകുമ്പോൾ ഇച്ചിരി പാടാണ്. അതുകൊണ്ട് നമ്മൾ ഈ വണ്ടി എടുത്ത് പുറത്തേക്ക് ഇട്ടു. പക്ഷെ നമ്മൾ വലിയ വണ്ടി പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ചെറുതെടുത്തിട്ട് നമ്മൾ തിരിച്ച് കയറ്റിയിടും കേട്ടോ. ഇന്നലെ വരെ ഉണ്ടല്ലോ പൊരിഞ്ഞ വെയിലാണെങ്കിൽ ഇന്ന് എന്തുകൊണ്ടാണെന്നറിയില്ല നമ്മൾ പുറത്തു പോകുന്ന കാര്യം അവർ അറിഞ്ഞു തോന്നുന്നു. നല്ല മഴയാ, നിർത്താത്ത മഴ. ഒരുപാട് പ്ലാനൊക്കെ ആയിട്ടാണ് പോയത്. അതിന്റെ മെയിൻ പ്ലാൻ എന്ന് പറയുന്നത് പിള്ളേരെ മുടി വെട്ടിക്കുക എന്നുള്ളതായിരുന്നു. ഇത് ആക്ച്വലി പ്ലാൻ ചെയ്ത് കഴിഞ്ഞ ദിവസമാണെങ്കിലും അന്ന് വണ്ടി എടുക്കാൻ പെട്ടെന്നായിരുന്നു. എല്ലാം പ്ലാൻ അല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് നടന്നുകൊണ്ട് ഇതെല്ലാം ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അങ്ങനെ നമ്മൾ വന്നിരിക്കുന്നത് സ്പാർക്കിൾ എന്ന് പറഞ്ഞൊരു സലൂണിലേക്കാണ്.
അവിടെ നല്ല ആംബിയൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ആദ്യം തന്നെ സച്ചിനും മുടിയൊക്കെ വെട്ടാൻ വേണ്ടി കയറ്റിയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു ആംബിയൻസും എല്ലാം നല്ല രസമുണ്ട്. അതുപോലെ തന്നെ ഒരു ഇന്ത്യൻസിന്റെ ഒരു ബ്യൂട്ടി പാർലർ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെട്ടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. സച്ചിനും മുടി വെട്ടിയിട്ടുണ്ട്, ലെയർ കട്ടാണ് ചെയ്തിരിക്കുന്നത്. ആദ്യമായിട്ടാണ് വരുന്നത്, പക്ഷെ ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ്. ഇതിനു മുമ്പ് ഞാൻ പോയിട്ടുള്ള ഇവിടുത്തെ ആൾക്കാരുടെ അടുത്തായിരുന്നു. അവരുടെ ലെയർ കട്ടൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഡുങ്ങുറു ആണെങ്കിൽ നല്ല രീതിയിൽ ലെയറും വെട്ടി ബാങ്ക്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് അത്ര വലിയ തൃപ്തിയൊന്നും ബാങ്ക്സ് ഇടാനുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും അവളുടെ ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ച് സമ്മതിച്ചു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 2 മണിക്കൂറായിട്ട് ഈ മുടി വെട്ടാൻ വേണ്ടി അവിടെ പോയതുകൊണ്ട് തന്നെ സമയം നല്ല കട്ട പോസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് നമ്മുടെ ബാക്കിയുള്ള പ്ലാൻ എല്ലാം നമ്മൾ ക്യാൻസൽ ചെയ്തു. ഫൺ സ്റ്റേഷനിലൊക്കെ പോകണം എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം ക്യാൻസൽ ചെയ്തു. എവിടെയെങ്കിലും പോയി ഇരുന്നാൽ മതി എന്നുള്ളൊരു മൈൻഡ് ആയപ്പോൾ മെക്ഡൊണാൾഡ്സിൽ കയറി ഇരുന്ന് കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഡിന്നർ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ തൽക്കാലം ഫൺ സ്റ്റേഷൻ മാറ്റി ഈ ഡിന്നർ മാത്രം ഡിന്നർ മാത്രം കഴിച്ചുകൊണ്ട് നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്താണെന്നറിയില്ല, ഈ ഇടയായിട്ട് പ്ലാനുകളൊന്നും അങ്ങോട്ട് വിചാരിച്ച പോലെ നടക്കുന്നില്ല. എന്നുണ്ടെങ്കിലും വിചാരിച്ച ദിവസം നടക്കുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷേ കാര്യങ്ങൾ നടക്കുന്നുള്ള കാര്യത്തിൽ സന്തോഷമുണ്ട്. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതൊരു വലിയ സപ്പോർട്ടായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.